ഹലോ നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു റേഡിയേറ്റർ ക്ലീനിങ് ചെയ്യാനാണ്. നമ്മളെ വണ്ടിയിലെ റേഡിയേറ്ററിൽ സാധാരണ കൂളൻ്റ് അല്ല യൂസ് ചെയ്യണം. ആ കൂളൻ്റെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തുരുമ്പിൻ്റെ അംശം ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ കച്ചറൊക്കെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ നിങ്ങളെ വണ്ടി നന്നായിട്ട് സൂക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു വർക്കാണത്. കൂളൻ്റ് എപ്പോഴും നല്ല പച്ച കളറിലേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പിങ്ക് കളറുണ്ട്. 2 ടൈപ്പ് കൂളൻ്റ് ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ ഇതിനെ കലക്കുള്ള ഏകദേശം ഒരു 10 വർഷം 15 വർഷം പഴക്കമുള്ള വണ്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലും ഇത് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ റേഡിയേറ്ററിന് പുതിയ മേടിക്കുന്ന 1000 തൊട്ട് 1500 1200 പല വണ്ടിയുടെയും ബ്രാൻഡ് അനുസരിച്ച് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ യൂസ്ഡ് മേടിക്കണം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കണം. അത്ര പൈസ ചിലവില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നൊരു രീതിയാണ് ഈ കാണുന്നത്. ഇത് മാനുവലായിട്ടാണ് റേഡിയേറ്റർ ക്ലീനിങ് ചെയ്യണത്. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ കാണാം നിങ്ങൾക്കത് വാഷ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ. അതിൻ്റെ എത്ര വേസ്റ്റ് കച്ചറ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളത് കാണണം. എത്രയും കച്ചറ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു, തുരുമ്പിൻ്റെ അംശമായിട്ടൊക്കെ. അതിന് ശേഷം അവർ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പോൾ കാണാൻ നോക്കട്ടെ. പ്യൂർ വൈറ്റ് ആയിരിക്കും വരാം, നോക്കട്ടെ. പ്യൂർ വൈറ്റ് വെള്ളം വന്ന് ക്ലീനിങ് കഴിഞ്ഞു. അതിന് ശേഷം നേരെ ഇനി അത് അതിൻ്റെ മുകളിലൊരു ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം. അതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഡയറക്റ്റ് പൈപ്പ് ലൈൻ വഴിയാണ് വെള്ളം ഒഴിക്കുന്നത്. ഫോഴ്സ് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ടുള്ള ചെറിയ തരികളൊക്കെ കളയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പ്യൂർ വീണ്ടും വൈറ്റ് ഉണ്ടാകുന്നത്, ഇത്രയും കച്ചറ ഉണ്ടായിരുന്നു. ഇത് കണ്ടത്, ഇതാണ് പുതിയ കൂളൻ്റ് ഒഴിക്കുന്നത്, ഗ്രീൻ ടൈപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 1 ടൈം ഇത് യൂസ് ചെയ്യാം.